അല്ലല്ല, ഭരണത്തിൻ്റെ പ്രായോഗികത വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്യൂവിനകത്ത് വ്യത്യസ്ത സമീപനം ഉണ്ടാവും. അത് നമ്മൾ ഏത് കാലം എടുത്ത് നോക്കുക, അത് ഇന്നത്തെ കാലമൊന്നുമല്ല, ഏത് കാലത്തും ഭരണത്തിൻ്റെ പ്രായോഗികമായ രംഗത്ത് വരുമ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായങ്ങളുണ്ടാവും. ഏകോപിച്ചൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും. അവിടെ ഒരു സ്പീക്കർ എന്നുള്ള നിലയിൽ എനിക്ക് ഇടപെടാവുന്നതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് ഞാൻ പോകില്ല. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ അവിടെ നമ്മളുടെ ഒരു വിലയിരുത്തലുണ്ട്. അത് യഥാർത്ഥത്തിൽ അതൊരു വലിയ ഇതിനകത്ത് കാര്യമായൊരു അത്ഭുതമൊന്നുമില്ല. വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും, ഒരുമിച്ച് യോജിച്ച് സംസാരിക്കും, ഒരുമിച്ചൊരു ഫോർമുല ഉണ്ടാക്കും, ഒരുമിച്ച് മുന്നോട്ട് പോകും. മാത്രമല്ല, ഒരു ഭരണത്തിൻ്റെ മധുവിധുവിൻ്റെ കാലത്ത് നിൽക്കുകയല്ലേ, അത് നന്നായിട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണമെന്നല്ലേ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം നന്നായിട്ട് പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നത്, UDF യോഗം കഴിഞ്ഞതിന് ശേഷമായിരുന്നു UDF കൺവീനറുടെ പ്രതികരണം. എന്നാൽ UDF യോഗത്തിൽ അത്തരത്തിലുള്ള ചർച്ച നടന്നിട്ടില്ലെന്നും PSI വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അജണ്ട ഇല്ലെന്നുമാണ് ലീഗ് മന്ത്രിമാർ ഇവിടെ പ്രതികരിച്ചത്. നമുക്കതിൻ്റെ സമയവും മുഹൂർത്തവും ഒന്നും നോക്കി നമ്മൾ വല്ലാതെ വ്യാകുലപ്പെടരുത്. ഞാൻ പറഞ്ഞ ഒരു പൊതു സമീപനമില്ലേ, ഒരു ഗവൺമെൻറ്റിൻ്റെ സമീപനം, ആ സമീപനം അവരുടെ ഇത് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാകും. തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് വ്യത്യസ്തമായ അഭിപ്രായം ഓരോ കക്ഷികൾക്കും ഓരോ വ്യക്തികൾക്കും ഓരോ പൗരനും ഉണ്ടാകാം. പക്ഷേ ഏകോപിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്തമായ ഒരു സമീപനം ഉണ്ടാവില്ല. ഒരുമിച്ച് പോകുമെന്നുള്ള പ്രതീക്ഷയാണ് നിൽക്കുന്നത്. മാത്രമല്ല, കേരളത്തിന് നല്ലതല്ലേ, കേരളത്തിന് നല്ലതെന്താ, ഐക്യ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് ഒരേ ശബ്ദത്തിലും ഒരേ ശക്തിയിലും പോകണം. നമ്മുടെ ഒരു വികസന പ്രവർത്തനം മുന്നോട്ട് പോകണമെങ്കിൽ ആ വികസന പ്രവർത്തനത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പമില്ലേ, ഒരു നിശ്ചിത സമയമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ജനങ്ങളെ ഭരണഘടനാപരമായിട്ട്. ആ 5 കൊല്ലത്തിനുള്ളിൽ നമ്മൾക്ക് ഈ കപ്പടിക്കണമെന്നൊരിക്കൽ നന്നായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അത് തർക്കിച്ച് നിന്ന് സമയം കളയാതിരിക്കുന്നത് പൊതു ആവശ്യമാണ്, കേരളത്തിന്റെ ആവശ്യമാണ്, തലമുറകളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ആ നിലയിലേക്ക് പോകുന്നതിനുള്ള വലിയ ഒരു ചിന്തയിലുള്ള വലിപ്പം ഈ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. എന്തോ അതാ ഞാൻ പറഞ്ഞു, ഇതേ ചോദ്യം വേറെ രൂപത്തിൽ വന്നേ ഉള്ളൂ. ആദ്യം ചോദിച്ച ഉന്നം വെച്ചത് അതാണ്, രണ്ടാമത് വെച്ചത് അതാണ്. പക്ഷേ നമ്മളുടെ ഒരു പൊതു സമീപനത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ. ഇപ്പുറത്ത് ഞാൻ എന്ന് പറയുന്നത് നമ്മൾ ഭരണത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് ഭരണത്തെ വിലയിരുത്തുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങളും ഞാനും. ആ വിലയിരുത്തലിനകത്ത് ഒരു ഗവൺമെന്റിനെ കുറിച്ച് പോസിറ്റീവായിട്ട് അത് പോകുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവണം. ആ നടപടിക്ക് തടസ്സമായി ഇതൊന്നും വരും എന്നെനിക്ക് പ്രതീക്ഷയില്ല. എന്താ അത് ആശയക്കുഴപ്പമില്ല. 2 വ്യത്യസ്ത അഭിപ്രായം വന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ കത്തിക്കയറാൻ നോക്കുന്നത്. ആ അഭിപ്രായം അവർ ഒരുമിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ ഏകോപിച്ചുള്ളൊരു തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമ്മൾ ആ ഒറ്റ ക്വസ്റ്റിനെ തന്നെയാണ് നിന്ന് ആവർത്തിച്ച് നമ്മൾ നിൽക്കുന്നത്. ഒരു 2 അഭിപ്രായം പറഞ്ഞു, അത് സംസാരിക്കും, കൺസെന്റായിട്ട് കൺസിലിയേഷനില്ലേ, എല്ലാത്തിലും ഇല്ലേ, സംസാരിച്ച് തീർക്കും, ആ പ്രശ്നം തീർത്ത് മുന്നോട്ട് പോകും. അങ്ങനെ അതല്ല കേരളത്തിന്റെ ആവശ്യം. കേരളത്തിന്റെ ഇന്നത്തെ ആവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറഞ്ഞു പോകുന്നതാണോ? അല്ല. അത് നമുക്ക് കിട്ടിയ സമയം നമുക്ക് കുറയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നിർണായകമായ ഒരു സമയമുണ്ട്. 5 വർഷം നമ്മുടെ നിർണായക സമയമാണ്. ആ 5 വർഷത്തിനുള്ളിൽ വേഗത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. തർക്കങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് ഇത് പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. പുറകോട്ടെന്ന് മാത്രമല്ല, സ്റ്റാൻഡ് സ്റ്റില്ലായി പോയാലും പ്രശ്നമല്ലേ. അപ്പോൾ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയിലോട്ട് ഗവൺമെന്റ് പോകട്ടെ, നിങ്ങളും അതിൽ സഹകരിക്കണം എന്നുള്ളത് എന്റെ അഭിപ്രായം. ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി നടത്തുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചാൽ അതിന്റെ ഗുണം സ്റ്റേറ്റിന് മൊത്തത്തിലുണ്ട്, ഓരോ പൗരനുമുണ്ട്. വ്യക്തിഗതമായി കിട്ടുന്ന നേട്ടമായിരിക്കില്ല, പക്ഷെ നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് കിട്ടുന്ന നേട്ടമാണ്. ആ നേട്ടം ഒരിക്കലും ഒരു സമയച്ചുരുക്കം കൊണ്ട് കുറഞ്ഞു പോകാൻ ഇടയാകരുത്. അതുകൊണ്ട് നമുക്ക് ഈ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ വിടാം.
നമുക്ക് ഏകോപിച്ച ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോകാം. അതിന് എല്ലാവരും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എനിക്ക് സ്പീക്കർക്ക് അത് പറയാൻ പറ്റും. സ്പീക്കർ എന്ന നിലയ്ക്ക് സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നതാണ്, ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഈ സ്പീക്കർ എന്ന നിലയ്ക്ക് അതിൽ നിന്ന് ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നതിൽ ഇപ്പൊ ഒരു വിഷമുണ്ടോ വ്യക്തിപരമായിട്ട്? സജീവ രാഷ്ട്രീയം നിർജീവ രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടില്ല. രാഷ്ട്രീയം തന്നെയാണ്. നമ്മളുടെയൊക്കെ A to Z ഒരു പൊളിറ്റിക്കൽ മേക്കപ്പാണ്. അത് നഖം മുതൽ മുടി വരെ അതിനകത്ത് നമ്മളുടെ ഒരു ചിന്തയും നമ്മളുടെ കാഴ്ചപ്പാടും ഒക്കെ ആ നിലയിലാണ്. അതുകൊണ്ട് നമ്മൾ ആർജിച്ചെടുത്ത ഒരു പക്വതയുണ്ട്. ആ പക്വത വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ കണ്ടാൽ മതി, ഒരു സക്സസ്ഫുൾ സ്പീക്കറാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പൊളിറ്റിക്സ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പൊളിറ്റിക്സ് പറയുന്നല്ലേ, പൊളിറ്റിക്സ് പലവിധല്ലേ. ഡെമോൺസ്ട്രേറ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്, അതേസമയം വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. 3 കാര്യങ്ങൾ നോക്കിക്കണ്ട് കറക്റ്റായിട്ടുള്ള പൊസിഷനെ സംബന്ധിച്ച് ഒരു അമ്പയറുടെ റോളിൽ നിന്ന് വിസിലടിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇതെല്ലാം പൊളിറ്റിക്സ് തന്നെയാണ്. ഞാൻ ഈ പോയിന്റിനോട് യോജിക്കുന്ന ആളാണ്. വന്ന് നിയമസഭ എന്ന് പറയുന്നത് എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് മാത്രം ഉൾക്കൊള്ളുന്നതാണ്. 5 കൊല്ലം കഴിയുമ്പോഴേ ജനങ്ങൾക്ക് റോളുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ജനങ്ങൾക്കൊരു പങ്കാളിത്തം ഉണ്ടാകണം. ജനങ്ങളുടെ പങ്കാളിത്തം നമുക്ക് ഉറപ്പാക്കിക്കൊണ്ട് എങ്ങനെ പോകാൻ പറ്റുമെന്നുള്ളൊരു പബ്ലിക് ഡിബേറ്റ് നടക്കട്ടെ. അതിനകത്ത് എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ ഉണ്ടാകും. ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ, നമ്മുടെ രാഷ്ട്രമീമാംസ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ്, മറ്റ് രംഗത്ത് നിൽക്കുന്ന ആളുകൾ, രാഷ്ട്രീയത്തിൽ തന്നെ നല്ല പക്വത വന്നിട്ടുള്ള മുതിർന്ന ആളുകൾ, അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവും. അപ്പൊ ജനങ്ങളും ജനപ്രതിനിധി സഭകളും തമ്മിലുള്ള ഒരു അകലം ഗുണകരമല്ല. ജനങ്ങളെ എന്നും ജനപ്രതിനിധി സഭയായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. അപ്പൊ നമ്മളിപ്പോ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു ഉത്സവമല്ലേ. അപ്പൊ അതിന് പകരം ജനപ്രതിനിധികളുടെ മാത്രമാക്കിയത് മാറാതെ ജനങ്ങളുടെ കൂടി പങ്കാളിത്തം നമുക്ക് എങ്ങനെ ഉറപ്പാക്കിക്കൊണ്ട് പോകാൻ പറ്റും എന്ന ഒരു വൈഡർ സബ്ജക്റ്റ് ഉണ്ട്. അത് നമുക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടാകണം. പല ആസ്പെക്ടിലും നിങ്ങൾക്കും അഭിപ്രായം പറയാം. നിങ്ങൾ ഇതിനകത്ത് 4th എസ്റ്റേറ്റ് ആണ്. നിങ്ങൾക്കും ഇതിനകത്ത് നല്ല പങ്കാളിത്തമുള്ള ആളുകളാണ്. നിങ്ങളുടെ അഭിപ്രായത്തിന് നല്ല വാലിഡിറ്റി ഉണ്ട്. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ജനങ്ങളും ജനപ്രതിനിധി സഭയും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുത്ത് പോകാനുള്ള മാർഗത്തെക്കുറിച്ച് ഒരു ഓപ്പൺ ഡിസ്കഷൻ നടക്കട്ടെ, ഒരു പബ്ലിക് ഡിബേറ്റ് നടക്കട്ടെ, പുതിയ ആശയം വരട്ടെ. ആ പുതിയ ആശയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലല്ല, മാറ്റമല്ല. നമ്മളിപ്പോ ഇവിടെ പാർലമെന്റില് ദൂരദർശനെ മാത്രമല്ലേ അലോ ചെയ്യുന്നുള്ളൂ. ഇവിടെ പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഇവിടെ സഭ ടിവിയുടെ റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഭയ്ക്കകത്ത് തന്നെ നിങ്ങൾക്കെല്ലാ വിധത്തിലുള്ള സൗകര്യത്തോടു കൂടി മീഡിയ സെന്ററുണ്ട്. ആ മീഡിയ സെന്ററിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് നമ്മൾ പരിഹരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അപ്പപ്പോ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നല്ല സംവിധാനം നമ്മൾ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ അതിനകത്ത് കയറി എടുക്കുന്നുണ്ടോ, പുറത്ത് നിങ്ങൾക്ക് മീഡിയ സെന്ററിൽ നിന്ന് സംപ്രേഷണം ചെയ്യാനുള്ള സൗകര്യമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ സൗകര്യം നമ്മൾ അവിടെ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് തരികയാണ്. അതിനകത്ത് ഒരു സെക്കൻഡ് പോലും അവിടെ ഗ്യാപ്പില്ലാതെ നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് അത് ഒരു പരിഷ്കൃതമായ രൂപത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യണം. ഉണ്ടാവും. എല്ലാ ഭരണകക്ഷി പ്രതിപക്ഷം എന്നൊക്കെ പറയുന്നത് സർവകാലത്തുമുള്ള റെക്കോർഡ് ഒരു നടപടിക്രമല്ലേ. അതല്ലാതെ ഈ കഴിഞ്ഞ 2.5 മാസം മുമ്പ് മാത്രം ഭരണകക്ഷി പ്രതിപക്ഷം ഒന്നും ഉണ്ടായതല്ലോ. അതൊരു സ്ഥിര സംവിധാനമാണ്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനും ഭരണകക്ഷിക്കും ഒരേ അവകാശമാണ്, തുല്യാവകാശമാണ്. അതിന് കാരണം അവരെല്ലാം ജനപ്രതിനിധികളെ പ്രതിനിധാനം ചെയ്യുന്നവരുന്നതാണ്. ഭരണകക്ഷി ട്രഷറി ബെഞ്ചിലാകും, മറ്റത് ഓപ്പോസിഷൻ നിലയിലായിരിക്കും. പക്ഷേ സഭാ അംഗങ്ങൾ എന്നുള്ള നിലയിൽ അംഗങ്ങൾക്കുള്ള അവകാശം തുല്യമാണ്. നമുക്കത് ഭംഗിയായി കൊണ്ടുപോവുക എന്നുള്ളതാണ് എന്നെപ്പോലൊരാളുടെ ഉത്തരവാദിത്വം. മികച്ച DGP അവാർഡ് ലഭിച്ചിട്ടുണ്ട്.
അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ? ജനാധിപത്യത്തിൽ 3 ആസ്പെക്ട് അല്ലേ? ഇവിടെ ഒരു ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും. അതിൽ ലെജിസ്ലേച്ചറിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെ എന്നോട് ചോദിക്കാൻ കൂടുതൽ എളുപ്പം. മറ്റത് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതിന്റെ വേറെ 2 സബ്ജക്റ്റ് അല്ലേ? ഇത് വേറൊരു സബ്ജക്ട്. നിങ്ങൾ എല്ലായിടത്തും ഉള്ളത് കൊണ്ടാണ് ഇത് മാറി മാറി ചോദിക്കുന്നത്.